സർവദോഷങ്ങളും അകറ്റുന്ന പ്രദോഷവ്രതം. അനുഷ്ഠാനം ഇങ്ങനെ. ശിവക്ഷേത്രങ്ങളിൽ വിശേഷമായ ദിവസമാണിത്. പ്രദോഷവ്രതം ശിവനാണ് സമർപ്പിച്ചിരിക്കുന്നത്. അസ്തമയ സമയം ത്രയോദശിയുള്ള ദിവസമാണ് പ്രദോഷമായി എടുക്കുന്നത്. എല്ലാ മാസവും ത്രയോദശി തിഥിയിലാണ് പ്രദോഷം ആചരിക്കുന്നത്. അസ്തമയത്തിന് മുമ്പും ബിംബമായി വരുന്ന 3:45 നാഴികയാണ് പ്രദോഷ സന്ധ്യയായി കണക്കാക്കുന്നത്. പ്രദോഷ ദിവസം രാവിലെ എണ്ണ തേക്കാതെ കുളിച്ച് ശുദ്ധവസ്ത്രം ധരിച്ച് ഭസ്മം ലേപനം ചെയ്ത് രുദ്രാക്ഷമാലയും അണിഞ്ഞ് നമശിവായ ജപിച്ച് ശിവമഹാത്മ്യവും ഹാലാസ്യമഹാത്മ്യവും പാരായണം ചെയ്ത് പകൽ ഉപവാസത്തോടെ ഇരിക്കണം. ഇത് 2 ദിവസം വന്നാൽ ആദ്യ ദിവസം വ്രതം എടുക്കും. ഹൈന്ദവ വിശ്വാസപ്രകാരം പ്രദോഷത്തെ 5ആയി തരംതിരിച്ചിരിക്കുന്നു. നിത്യപ്രദോഷം, പക്ഷപ്രദോഷം, മാസപ്രദോഷം, മഹാപ്രദോഷം, പ്രളയപ്രദോഷം. വൈകിട്ട് 5:45 മുതൽ 6:30 മണിക്കുള്ളിലെ സമയം പ്രദോഷങ്ങളെ നിത്യപ്രദോഷം എന്ന് പറയുന്നു. ഈ സമയം ഭവനങ്ങളിൽ സന്ധ്യാദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുന്നത് ഐശ്വര്യകരമാണ് എന്നാണ് വിശ്വാസം. ഓരോ മാസവും കറുത്തവാവ് മുതൽ 13-ാം ദിവസവും വെളുത്തവാവ് മുതൽ 13-ാം ദിവസവും വരുന്നതാണ് ത്രയോദശിയാണ്. അന്നാണ് പക്ഷപ്രദോഷം. അന്നേ ദിവസം തന്നെ അസ്തമയത്തിന് 1.5 മണിക്കൂർ മുമ്പ് മുതൽ അസ്തമിച്ച് 1.5 മണിക്കൂർ വരെയുള്ള 3 മണിക്കൂറുകളെ പ്രദോഷ സമയമായി കണക്കാക്കുന്നു. ശുക്ലപക്ഷത്തിലെ വരുന്ന പ്രദോഷമാണ് മാസപ്രദോഷം. പരമശിവൻ കാളകൂടം ഭക്ഷിച്ചത് ഒരു ശനിയാഴ്ചയാണ്. അദ്ദേഹം ആനന്ദതാണ്ഡവമാടിയ ത്രയോദശിയും ചേർന്ന് വരുന്ന പുണ്യദിനമാണ് മഹാപ്രദോഷം അഥവാ പ്രദോഷ ശനിയാഴ്ച അല്ലെങ്കിൽ ശനി പ്രദോഷം. ശനിയാഴ്ചകളിൽ വരുന്ന മഹാപ്രദോഷ ദിനത്തിൽ ശിവക്ഷേത്ര ദർശനം നടത്തി വണങ്ങിയാൽ 5 വർഷം ശിവക്ഷേത്രത്തിൽ പോയ ഫലം സിദ്ധിക്കുമെന്നാണ് വിശ്വാസം. തുടർച്ചയായി 2 ശനി പ്രദോഷങ്ങൾ അനുഷ്ഠിച്ചാൽ അർദ്ധനാരീശ്വര പ്രദോഷം എന്ന് പറയുന്നു. ഈശ്വരനും ഭഗവതിയും ചേർന്ന് അർദ്ധനാരീശ്വരമായിട്ടുള്ളതിനാൽ വേർപിരിഞ്ഞ ദമ്പതികൾ ഇണങ്ങിച്ചേരുമെന്നും വിവാഹ തടസ്സങ്ങൾ നീങ്ങുമെന്നും നഷ്ടപ്പെട്ട സാമ്പത്തികം വീണ്ടും കിട്ടുമെന്നും ഐശ്വര്യം ഉണ്ടാക്കുമെന്നാണ് വിശ്വാസം. പൊതുവെ പ്രദോഷ വഴിപാട് ദോഷങ്ങൾ അകറ്റുമെന്ന് വിശ്വസിക്കപ്പെടുന്നു.